പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും വിഷു ആശംസകൾ. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് 9ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകുന്ന പിൻബലം. ഞങ്ങളത് വാക്കുകളിൽ കൊരുത്തിട്ട് അത് ഔപചാരികമാക്കുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും അത് എത്ര കാലം പറഞ്ഞാലും തീരാത്തത്ര വാത്സല്യമാണ് നിങ്ങൾ കാണിക്കുന്നത്. അതിനൊക്കെ നന്ദി എന്ന് നമ്മൾ പറഞ്ഞേ പറ്റൂ, അല്ലേ വിജയകുമാർ? തീർച്ചയായിട്ടും. കാര്യം വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് 24 വീട്ടിലെ ഏറ്റവും അനിവാര്യമായിട്ടൊരു ചാനലാക്കി മാറ്റിയത്. മലപ്പുറത്തൊക്കെ ഇന്നലെ കോഴിക്കോട് പരിസര പ്രദേശങ്ങളിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, തിരൂരിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പ്രേക്ഷകർ കാണിക്കുന്ന ഒരു ആവേശവും അവർ ഈ 24 കാണിക്കുന്ന ഒരു സ്നേഹവും നമ്മളെയൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു ബന്ധവും അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ തീക്കൊള്ളി കൊണ്ട് എഴുതി സൂക്ഷിക്കുകയാണ്. കാരണം നിങ്ങളാണ് നമ്മൾ ഒന്നിച്ച് നടന്ന യാത്രയിലെ എല്ലാം. അപ്പോൾ വിജയകുമാർ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നമ്മൾ ഇലക്ഷൻ ഹോട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട പോളിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ BJPയും പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. കോൺഗ്രസിനെ പോലെ തന്നെ വാഗ്ദാന പെരുമഴയാണ് BJPയുടെ പ്രകടന പത്രികയിലും. ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള മുൻ വാഗ്ദാനങ്ങളെല്ലാം BJP ആവർത്തിക്കുന്നുണ്ട്. യുവ വോട്ടർമാരെയാണ് BJPയും കോൺഗ്രസും ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകർക്കറിയാം. പ്രകടന പത്രിക വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. കോൺഗ്രസിനും താല്പര്യം യൂത്താണ്. യങ്സ്റ്റേഴ്സ് വോട്ട് ചെയ്താൽ മാത്രമേ വിചാരിക്കുന്ന പോലുള്ള സീറ്റുകൾ ലഭിക്കൂ എന്നാണ് ഇരു മുന്നണികളും, BJPയും അതുപോലെ കോൺഗ്രസും മനസ്സിലാക്കുന്നത്. ഇരു പാർട്ടികളുടെയും പ്രകടന പത്രികകളുടെ ഏറ്റുമുട്ടൽ കൂടിയായി ഇക്കുറി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുകൂടി മനസ്സിലാക്കുക. ഇന്നാണ് BJPയുടെ ഔദ്യോഗികമായി അവരുടെ തെരഞ്ഞെടുപ്പ് പത്രിക ഡൽഹിയിൽ പ്രകാശനം ചെയ്ത് നരേന്ദ്രമോദിയായിരുന്നു പ്രകാശനം ചെയ്തത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് BJPയുടെ പ്രകടന പത്രിക സങ്കല്പ് പത്ര എങ്കിൽ നിലവിലെ വ്യവസ്ഥകൾ മാറ്റും എന്ന ആപ്തവാക്യത്തിലാണ് കോൺഗ്രസിന്റെ ന്യായപത്ര. കോൺഗ്രസ് പ്രകടന പത്രിക ന്യായ് പത്ര, BJP പ്രകടന പത്രിക സങ്കല്പ് പത്ര. വാഗ്ദാനങ്ങൾക്ക് കുറവില്ല, അവകാശവാദത്തിനും. BJP മോദിയുടെ ഗ്യാരണ്ടിയിലാണ് ഊന്നുന്നത്, കോൺഗ്രസ് ക്ഷേമത്തിലും. രാജ്യത്തെ നിർണായക വിഷയങ്ങളിൽ BJPക്കും കോൺഗ്രസിനും പറയാൻ എന്തുണ്ട് നോക്കാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും ഏക സിവിൽ കോഡ് നടപ്പാക്കലുമാണ് BJP പ്രകടന പത്രികയിലെ ഹൈലൈറ്റ്. ജാതി സെൻസസ് നടത്തിയ ശേഷം സംവരണ തോത് ഉയർത്തുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. മറ്റ് വിഷയങ്ങളിലെ ഇരു പാർട്ടികളുടെയും വാഗ്ദാനങ്ങളിലേക്ക്. ലോകത്തെ പ്രധാന നിർമ്മാണ ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുമെന്ന് BJP. നിക്ഷേപത്തിന്റെ കുത്തൊഴുക്ക് വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സങ്കല്പ് പത്ര. സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപ വാഗ്ദാനം, 30 ലക്ഷം ഒഴിവുകളിൽ നിയമനം എന്നിവയാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. അപ്രന്റീസ്ഷിപ്പ് അവകാശമാക്കും, പ്രതിവർഷം 1 ലക്ഷം രൂപ നൽകുമെന്നും കോൺഗ്രസ് വാഗ്ദാനമുണ്ട്. 3 കോടി ഗ്രാമീണ സ്ത്രീകളെ ലക്ഷാധിപതി ദീദികളാക്കുമെന്ന് BJP. വനിതാ സ്വാശ്രയ സംഘങ്ങളെ കരുത്തുറ്റതാക്കും. നിയമനിർമ്മാണ സഭകളിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്നും BJP. പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി. കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ 50% സ്ത്രീ സംവരണം. ആശ, അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളം ഇരട്ടിയാക്കുമെന്നിങ്ങനെ കോൺഗ്രസ് വാഗ്ദാനം. CAA, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏക സിവിൽ കോഡ് എന്നിവ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന പ്രഖ്യാപനത്തിലൂടെ തങ്ങളുടെ വോട്ട് ബാങ്കിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗുണം കണ്ടില്ലെങ്കിലും ജാതി സെൻസസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുറുപ്പ് ചീട്ടാകും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.